ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്താണ്? അതെ, ബലി പെരുന്നാൾ. എല്ലാവർക്കും അത് ഈദ് മുബാർക്ക് വരയ്ക്കാം. എല്ലാവർക്കും ഈദ് മുബാറക്ക്. നമ്മളെ കല്യാണം കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ഈദാണ് കേട്ടോ. മാഷാ അല്ലാ. ഇത് വലിയ പെരുന്നാളാണ്. അപ്പം വലിയ പെരുന്നാൾ സത്യം പറഞ്ഞാൽ അൻഷി പനി കൊണ്ടുപോയി. ഞങ്ങൾ ട്രിപ്പ് കാര്യങ്ങളൊക്കെ പോയി എത്തിയപ്പോകിന് അൻഷിക്ക് പനി പിടിച്ചു. പക്ഷെ അൻഷിനെ കണ്ട പനി ഉള്ള മാതിരി തോന്നുന്നില്ല. അപ്പൊ അൻഷി ഇപ്പൊ മാറ്റി ഒരുങ്ങി പള്ളിക്കൊക്കെ പോവാൻ വേണ്ടി നിക്കാണ് കേട്ടോ. അതാണ് അൻഷിന്റെ ഫിറ്റ് വരുന്നത്. എന്തെങ്കിലും പറയേ. അവനക്ക് വെയ്യായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇനി ഇവൻ വരുമ്പോത്തിന് എനിക്ക് എന്റെ പണി കഴിച്ച് കുളിച്ച് നിക്കണം. എന്റെ ഫ്രണ്ട്സ് ഇപ്പൊ വരും പായസമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോക്കിന് വീടൊക്കെ ക്ലീൻ ആക്കി ഇടണം. പിന്നെ താത്തയും ഇമ്മച്ചിയും കൂടി അടുക്കളയിലുണ്ട്. ഓല് പായസം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങട്ടൊക്കെ ഒന്ന് പോയി നോക്കട്ടെ. അപ്പൊ നമുക്ക് അൻഷിനെ ടാറ്റ പറഞ്ഞേക്കാം. അതിന് മുന്നേ അൻഷിക്ക് ചായ എടുക്കണം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ അതാണ്, ഈദ് വ്ളോഗാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അതെ, അൻഷിനോട് പറഞ്ഞ് ഇപ്രാവശ്യം പള്ളിക്കൊക്കെ ഞാൻ മുണ്ടാണ് എടുക്കുന്നത്, മുണ്ട് അയൺ ചെയ്ത് തരുമെന്ന് കേട്ടോ. അപ്പം ഞാൻ മുണ്ട് അയൺ ചെയ്യാണ്. എന്നിട്ട് ലാസ്റ്റ് പാൻ്റ് തന്നെ ആളിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ കിച്ചണിൽ തകൃതിയായിട്ട് പായസപ്പണി, അതുപോലെ തന്നെ റൈസിൻ്റെ വെള്ളം തിളപ്പിക്കൽ അങ്ങനെയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ താത്ത ഇതാ പായസത്തിൽ മിൽക്കി മേടൊക്കെ ഒഴിക്കാൻ കേട്ടോ. താത്താൻ്റെ വകയാണ്. ഇവിടെ എപ്പോഴും സേമിയാണ് ഉണ്ടാക്കാറ്. എനിക്ക് അടയാണ് കേട്ടോ ഇഷ്ടം. പക്ഷെ നമ്മൾ കുറേ മെമ്പേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് മുതലാവുക സേമിയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ സേമിയാണ് ഉണ്ടാക്കുന്നത്. അൻഷി മാറ്റി, അൻഷി ഡ്രസ് ആട്ടി കൊടുത്ത അൻഷിന്റെ കുപ്പായം ആൻഡ് പാൻറ് അങ്ങനുണ്ട്. സാർ ബൈൻഡർ എടുക്കാം. കഴിഞ്ഞ വരുന്നാക്കും ഇതേമാതിരി ഓടണ്. എന്നാ കുറിച്ച് ഗായ്സ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു. ഞാൻ അത് ഫ്രഷ് ആയിട്ടുണ്ട്, സുന്ദരിയായിട്ടുണ്ട്. ഈ ഒരു കോഡ് സെറ്റ് ആട്ടോ ഞങ്ങൾക്ക് ഇവിടുന്ന് എല്ലാവർക്കും കൂടി ഇടാൻ വേണ്ടിയിട്ട് എടുത്തത്. പിന്നെ അത് അൻഷി പള്ളിക്കന്ന് കിട്ടി മുട്ടായൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ മെഹന്തി. പിന്നെ അവൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പുറത്തുണ്ട് കേട്ടോ. ഓലൊക്കെ ബിരിയാണി ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പം ഞാൻ അടുത്ത് കാണാം കേട്ടോ. എനിക്ക് മെഹന്തി ഇഷ്ടപ്പെട്ട നല്ല രസമുണ്ട്. ഓക്കെ, ഞാൻ അടുത്ത് കാണാം. പപ്പിൻസ് മുട്ടായി ആണോ? അണ്ടിമിനെ അങ്ങോട്ട് വരും. ഞങ്ങളെല്ലാരും ഇപ്രാവശ്യം ഇങ്ങനെ കളർ കോമ്പോ ആക്കിട്ടോ. ഇവള് മാത്രം വേറെ കളർ. അണ്ടിമിനെ മാത്രം ഞങ്ങൾ ഒഴിവാക്കി. അതുണ്ടല്ലോ ഇടാനൊക്കെ ഉണ്ടാവും, ഇജിട്ട് കൊടുക്കുമ്പോ ഉണ്ടാവുമല്ലോ. നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മളൊരു 11 മണിയോട് കൂടി റൈസ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറ് ബിരിയാണി ആയിരുന്നു ഇന്ന് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കൊലായ്മ എല്ലാവരും കൂടെ ഇങ്ങനെ ഇരുന്നു. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇപ്പാൻ്റെ ഒരു ഫ്രണ്ടിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആളിങ്ങനെ സിനിമ ഡയലോഗൊക്കെ പറയും. അപ്പൊ അതൊക്കെ കേട്ടിരുന്ന് ഞങ്ങളിങ്ങനെ ചിരിക്കാണ്. നമ്മളെ കല്യാണത്തിന്റെ തലേന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ കാക്കല്ല, ഏട്ടനാണ്. നമ്മളെ കാര്യങ്ങൾ നമ്മളെ പറയാൻ കണ്ടതാ. പുരുഷം പണംപുര കുറിച്ചിട്ട് ഒരു പണം കൊടുക്കാൻ എനിക്ക് വേണ്ട സകച്ചത്. എനിക്ക് നാട്ടുകാരെ കാത്തു നന്നായിക്കണ ഫോട്ടോ. നമ്മൾ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു കേട്ടോ. എല്ലാരും ഉണ്ട്. ഇതാണ് മൂത്ത കാരണം. വെറുതെ ഒരു ഗുണമില്ല. ഇതെന്തിനാ മാറ്റി ഹലോ ഗായ്സ്. അപ്പൊ നമ്മള് മാറ്റി ഇനി കുടുംബക്കാരെ വീട്ടിൽ പോകാണ്ട് കഴിഞ്ഞാൽ ഞാൻ നേരെ വീട്ടിൽ പോകും. ഇതാണ് കേട്ടോ എന്റെ ഈദ് ഔട്ട്ഫിറ്റ്. പാസിപ്പോ അപ്പം പോയതൊക്കെ അൻഷിന്റെ മൂത്ത അമ്മോന്റെ മോളെ പെരീക്കാണ്. നമ്മളിപ്പോ പോണ ആളെ സ്ഥലം വരുന്നത് പിലാക്കലാണ്. അപ്പൊ ഞാൻ മാറ്റി ഒരുങ്ങാണ്. അൻഷി മാറ്റി റൂമിലുണ്ട്. നിമ്മി ഓലൊക്കെ കുഞ്ഞിത്താനെ അൻഷി അങ്ങനെയൊക്കെ പോണ കുടിച്ചിട്ടാ. കോഴിക്കാട് ഒറ്റ മുതൽ മറ്റു ചാറിലേക്കാരം
ഇത് പോയിക്കോളും അതിന്റെ പേര് എവിടെയാണ്? എന്നിട്ടാണേ നമ്മള് ഫോട്ടോ ഒക്കെ എടുക്കണം വിചാരിച്ച് ഇറങ്ങിയതായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് മഴയും കാര്യങ്ങളും പിന്നെ നമ്മൾ എത്തിയപ്പോ തന്നെ 5 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ മങ്ങിയപ്പോ പിന്നെ ഇന്ന് എടുക്കണ്ട, നമുക്ക് നാളെ 2-ാം പെരുന്നാൾക്ക് എടുക്കാന്ന് വിചാരിച്ചു. ഇതാണ് കേട്ടോ അൻഷിന്റെ തത്താന്റെ പേര്. അവിടെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ എത്തി നമ്മള് വെള്ളമൊക്കെ കുടിച്ചു. അങ്ങനെ കുറച്ചു നേരം ഇരിക്കും. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത്. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞാൽ നമുക്ക് ചായയും ഇതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, പഴംപൊരിയും ചിപ്സും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോ അധികം ലേറ്റ് ആക്കാതെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇവരെ വീട്ടിലാക്കിയിട്ട് നമ്മൾ നേരെ എന്റെ വീട്ടിലേക്ക് പോകട്ടോ. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഫോട്ടോസും കാര്യങ്ങളൊക്കെ നാളെ എടുക്കാന്ന് വിചാരിക്കുന്നുണ്ട്. എടുക്കാൻ പറ്റുമായിക്കാരം. നമ്മൾ അവിടുന്ന് ഇറങ്ങി ഓലൊക്കെ ഡ്രോപ്പ് ചെയ്തു. നമ്മളിപ്പോ എന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാണ് കേട്ടോ. അമ്മ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ഞാൻ ഒറ്റക്കാണ്, നിങ്ങൾ എവിടെ തെട്ടിക്കളെ വരി എന്നൊക്കെ പറഞ്ഞാണ്ട്. ഭാവം നില അവിടെ എത്തിയെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് പോയി നോക്കാം. ഓക്കെ ഉണ്ടോ? ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് അറിവ് ഇവിടെ എത്തിയപ്പോ നമുക്ക് പായസമൊക്കെ കിട്ടി. 2 മാല പായസം അതാണ്. എത്ര പായസം ഉണ്ടാക്കിയാലും എന്റെ അമ്മാന്റെ അടപ്പായസം ആൻഡ് എന്റെ അമ്മാന്റെ ബിരിയാണി അതിനൊക്കില്ല. ഹലോ, ഈദ് മുബാറക്. പോകലൊടിഞ്ഞ വണ്ടിയിലെ ആൾക്കാര് ഞാൻ വായടിച്ച് കിടന്നു. പിന്നെ എന്തുണ്ട് വിശേഷം? ഇതാണോ ഈദ് ഡ്രസ്? ഡ്രസ് എടുത്തുക്കണോ? എന്തെടുത്ത്? സലാല മൊബൈൽസ്. ചായ കറിയൊക്കെ ഉണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ബാബ? സൂപ്പറാ. ബേബി കഴിക്കൂ. ഹലോ ഗായ്സ്, അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് പോന്നു, ഫുഡൊക്കെ കഴിച്ചു. അപ്പൊ നമ്മളെ ഈദ് അവസാനിക്കാണ് കേട്ടോ. ആസ് യൂഷ്വൽ ഒരു സാധാരണക്കാരുടെ ഒരു നോമ്പ്. ഒന്നാമത് എന്താ വെച്ചാൽ അൻഷിക്ക് തീരെ വയ്യ. നമ്മള് ട്രിപ്പൊക്കെ പോയി വന്നിട്ട് അൻഷി ആകെ മൂടോട്ടാണ്. അൻഷി ഫുൾ ക്ഷീണം. അൻഷി നീച്ചത് വന്ന് കിടന്നതാണ്. പിന്നെ വൈകുന്നേരം നീച്ചിട്ട് കാരണം ഭയങ്കര ക്ഷീണം, ഭയങ്കര തലവേദന. ഇത് പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആയതുകൊണ്ട് അറിയില്ല. അവിടെ ഭയങ്കര തണുപ്പും ഇവിടെ എത്തിയപ്പോ ഭയങ്കര ചൂടല്ലേ. അപ്പൊ പോയപ്പോഴൊന്നും കുഴപ്പമില്ലായിരുന്നു. പോയി വന്ന് ഇന്നലെ രാത്രി തുടങ്ങിയതാണ് അല്ലെ പനി, ജലദോഷം, തലവേദന ഒക്കെ പാടെ. ഇതെപ്പോഴും സൗണ്ട് ഒക്കെ മാറിക്കണ്, നിങ്ങൾക്ക് കേട്ടതിന് മനസ്സിലാവും. അപ്പൊ പിന്നെ ഞാൻ അധികം സ്ട്രെസ് എടുപ്പിച്ചില്ല. കാരണം നമുക്ക് ഇനി നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് എങ്ങോട്ടെങ്കിലൊക്കെ പോവാലോ. ഞാൻ എവിടേക്കെങ്കിലൊക്കെ പോണ വ്ളോഗ് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ കഴിഞ്ഞില്ല കേട്ടോ. നമ്മൾ വിചാരിക്കുന്നിടത്തല്ലല്ലോ കാര്യങ്ങള്. ഇന്നലെ പോയി എത്തിയിട്ടുള്ളൂ. അതെ. പിന്നെ നമുക്ക് ഞാൻ ഇന്ന് ഡ്രസ്സൊക്കെ ഇട്ട് മാറ്റി ഇറങ്ങിയത് വീഡിയോ എടുക്കാൻ, ഒരു ഫോട്ടോ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. അതിനൊന്നും നമുക്ക് ഇന്ന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നാളെ ഇതിന്റെ ഒരു ഫോട്ടോ ഇറക്കണം എന്നുണ്ട്. അതിന് പറ്റുമോ? ഓക്കെ ഇൻഷാല്ലാ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. സാധാരണക്കാരുടെ ഒരു ഇതില് കാര്യമായിട്ടൊന്നും ഉണ്ടോ ചോദിച്ചൊന്നുമില്ല. കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചാൽ കാര്യമായിട്ടൊന്നുമില്ല. എല്ലാവർക്കും ഹാപ്പി ഈദ് മുബാറക്. അപ്പൊ എല്ലാരും അടിപൊളിയായി ഹാപ്പി സെറ്റ് ആയിട്ട് ഇരിക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ടാറ്റാ. ടാറ്റ.